ഹായ് നമസ്കാരം സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എങ്ങോട്ട് വരാവൂ, ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം കാണുന്നത്? ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എസ് എൻ എന്നാണ് പറയുന്നത്. അത് സം ഓഫ് എൻ ടേം എന്നാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? സം ഓഫ് എൻ ടേംസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എസ് എൻ. ഓക്കെ, Sn equal to n by 2 into x1 plus xn. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? x1ഉം വേണം, xnഉം വേണം. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ S20 ആദ്യത്തെ 20 ടേമിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 20/2 x1 പ്ലസ് എന്തും കൂടെ വേണം, 20ഉം കൂടെ വേണം. ഓക്കെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് ടേമും വേണം. x1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേമാണ്. x20 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലാസ്റ്റ് ടേമും ആണ്. ഫസ്റ്റ് ടേമും വേണം, ലാസ്റ്റ് ടേമും വേണം. ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും വേണം എന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതല്ലാത്ത പക്ഷം നമ്മുടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉള്ളതാണ് എങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉള്ളതാണ് എങ്കിൽ നമ്മൾ ഇക്വേഷനിൽ വീണ്ടും നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തും. ഇങ്ങനെയാണ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ. ഇത് ആക്ച്വലി ഇത് എങ്ങനെയാണ് ഈ ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണെന്ന് നമുക്കറിയാം. n/2 ഇൻറ്റു x1 നമുക്ക് തൽക്കാലം a എന്ന് പറയാം. ഇനി nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? xnന്റെ സ്ഥാനത്ത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? n/2 ഇൻറ്റു 2a ഉണ്ടല്ലേ, 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ. 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നോ അല്ലെങ്കിൽ a പ്ലസ് an എന്നോ പറയാം. a പ്ലസ് an എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? Sn ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് an എന്ന് പറയാം. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം. ഓക്കെ, അല്ലെങ്കിൽ ഇനി അടുത്ത നോക്കുക, മറ്റൊരു ഇക്വേഷൻ പറഞ്ഞു. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി പറഞ്ഞു. ഈ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് എന്നുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. എന്താണ് n/2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അങ്ങനെ പറഞ്ഞാലും എന്തില്ല, നമുക്ക് തെറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി പറഞ്ഞു. അതുപോലെ തന്നെ n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്ന ഇക്വേഷനും പറഞ്ഞു. രണ്ട് ഇക്വേഷൻസ് ആണ് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിൻ്റെ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എവിടെയാണ് വരുന്നത്? സമ്മുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ nth ടേമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം 3 മാർക്കിനും nth ടേമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം 3 മാർക്കിനും സമ്മുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മിക്കവാറും എത്ര മാർക്കിനും ആയിരിക്കും? 5 മാർക്കിനും ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം.
ഇവിടെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. കൺസിഡർ ആൻ AP, 6th term is 40 and 9th term is 58. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 6th ടേം എന്ന് പറയുന്നത് 40 ആണെന്നും ഇനി 9th ടേം x9 എന്ന് പറയുന്നത് 58 ആണെന്നും പറയുന്നു. ഇനി ഫൈൻഡ് ഇറ്റ്സ് എന്താണ് 25th ടേം ഓഫ് ദ സീക്വൻസ് കേട്ടോ. എന്താണ് ഇതിന്റെ 25th ടേം എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 25th ടേം ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ 25th ടേം കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് മെത്തേഡ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ഡി കണ്ടുപിടിക്കുക. ഇപ്പം ഞാനിവിടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 18 ടേം ഡിഫറൻസ് എടുത്തു, 18 എത്ര കിട്ടി? 3, കോമൺ ഡിഫറൻസ് 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? എൻ്റെ 9th ടേം ഇവിടെ ഉണ്ട്. എനിക്ക് എന്താ വേണ്ടത്? 25th ടേം ആണ് വേണ്ടത്. 25th ടേം, ദാറ്റ് മീൻസ് x25 ആണ് വേണ്ടത്. എങ്ങനെ പറയാം? x25 എന്ന് പറയുന്നത് x9 പ്ലസ് 16d ചെയ്താൽ മതി. 9ാമത്തെ ടേമിനോട് 16d കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 25th ടേം കിട്ടും. അപ്പോൾ നോക്കാം. x9 ഓൾറെഡി എത്രയെന്നുണ്ട്? 58 എന്നുണ്ട്, പ്ലസ് 16 ഇൻറ്റു എന്താണ്? 6. ഓക്കെ, 58 പ്ലസ് 16 ഇൻറ്റു 6 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60, 6, 36, 96 എന്നാണ് വരുന്നത്. ഓക്കെ, 96. 58 ഒരു 4 അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ 100 ആയി. 154, 154 എന്നാണ് വരുന്നത്. എന്താ? 25ാമത്തെ ടേം. ഓക്കെ, 25ാമത്തെ ടേം എനിക്ക് എത്ര എന്ന് കിട്ടി? 154, 154 എന്ന് കിട്ടി. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വേണമെങ്കിൽ മറ്റൊരു മെത്തേഡിലും ചെയ്യാം, ഓർ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഫസ്റ്റ് ടൈം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് x6 ഈക്വൽ ടു നമുക്ക് ഓൾറെഡി എത്രയും തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. എന്താ x6 എന്ന് പറഞ്ഞാൽ? x1 പ്ലസ് 5d ആണ് അല്ലേ? 5d ഈക്വൽ ടു 40. x1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയില്ല. ദെൻ d നമുക്കറിയാം. 6 ഇവിടെ വരുമ്പോൾ എന്താണ്? 30. 5d എന്ന് പറയുമ്പോൾ 5 × 6 30 ഈക്വൽ ടു 40. സോ x1 നമുക്ക് എത്രയെന്ന് പറയാം? 40 മൈനസ് 30 ഈക്വൽ ടു 10 എന്നാണ് വരുന്നത്. നമുക്ക് എന്ത് കിട്ടി? x1 കിട്ടി. അപ്പോൾ നമ്മൾ x1 ഈക്വൽ ടു നമ്മൾ എത്രയെന്ന് എഴുതി? നമ്മൾ 10 എന്ന് എഴുതി വെച്ചു, നമ്മളവിടെ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്കിങ്ങനെ എന്താണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചിട്ട് നമുക്ക് 25ാമത്തെ ടേമിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 25th ടേം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് എങ്ങനെയാണ് നമ്മൾ 25th ടേം കണ്ടുപിടിക്കുന്നത്? x1 പ്ലസ് 24d. അപ്പോൾ x1 10 ആണ്, 24 ഇൻറ്റു d നമുക്കറിയാം 6 ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 10 പ്ലസ് 24 ആകുമ്പോൾ 120, 120, 6, 4, 24 അല്ലേ? എന്താണ് 24 ഇൻറ്റു ആകുമ്പോഴത്തേക്ക് 120, 144, 144 ചെയ്യുമ്പോൾ നമുക്ക് 154 എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? 25ാമത്തെ ടൈം. കണ്ടോ, നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ്, അതേ ആൻസർ തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്? ഇത് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 25th ടൈം കണ്ടുപിടിച്ചു. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് 9th ടേം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ 25th ടൈം കണ്ടുപിടിച്ചു. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണെന്നുള്ള കാര്യം ഓർക്കുക. എടാ, ഇനി നമ്മൾ ഇതിൻ്റെ 25 ടേമിൻ്റെ സം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 25 ടേമിൻ്റെ സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേമും ഉണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. 25ാമത്തെ ടേം നമ്മളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? നമുക്കിതാ Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn, അതായത് 25 ടേമിൻ്റെ സം ഓഫ് എന്താണ് ഫസ്റ്റ് 25 ടേം എന്ന് എഴുതിയതിന് ശേഷം n25/2. ദെൻ x1 നമുക്കറിയാം 10 ആണ്. ദെൻ xn എന്ന് പറയുന്നത് അതായത് 20ാമത്തെ ടേമാണ്. xn എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? എന്നിൻ്റെ സ്ഥാനത്ത് 25 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 25 വരും അല്ലേ? x25 എന്ന് പറയുന്നത് 154 ആണ്. സോ 25/2 ഡിവൈഡ് ചെയ്യരുത്, ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്യരുത്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? 164 കിട്ടും. 164. ഇനി നമുക്ക് 164നെ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? നമുക്ക്
2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 82. അപ്പം 25 × 82 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. 25 × 82 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. 82 × 25 ചെയ്യാം. 8 5 40 41, 2 2 4, 8 4 32. നോക്കാം, 0 5 6 3. ഓക്കെ, 3650 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ ആദ്യത്തെ 25 ടേമിൻ്റെ സം നമുക്ക് എത്രയെന്ന് കിട്ടി? 3650 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു മെത്തേഡിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ് വേറൊരു മെത്തേഡും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലാക്കുക ആദ്യം. ഇവിടെ ഫസ്റ്റ് ടൈമും അതായത് ഒന്നാമത്തെ ടൈമും 25ാമത്തെ ടൈമും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്തത്? n/2 × x1 + xn എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തുണ്ട്? ഫസ്റ്റ് ടൈം നമുക്ക് 10 എന്നുണ്ട്, ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് 6 ഉണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈം 10 എന്നും കോമൺ ഡിഫറൻസ് 6 ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? 25ാമത്തെ ടൈം നമുക്ക് കണ്ടുപിടിക്കാതെ നമുക്ക് ചെയ്യാം. അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് നോക്കാം. എന്താണ്? അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ക്ലിയർ ചെയ്യാണ്. നോക്കിക്കൊള്ളുക, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എന്ത് ചെയ്യാം? ഒരെണ്ണം കൂടെ ഒരു മോഡലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ്? SN = അപ്പോൾ നമ്മളതിൽ ഓൾറെഡി എന്തൊക്കെ കിട്ടി? എന്താണ് കഴിഞ്ഞ ക്വസ്റ്റിനിൽ നമ്മൾ മനസ്സിലാക്കി x1 എന്ന് പറയുന്നത് 10 ആണെന്നും d എന്ന് പറയുന്നത് 6 ആണെന്നും കഴിഞ്ഞ ക്വസ്റ്റിനിൽ നമ്മൾ, അതായത് ഇതിന് മുമ്പത്തെ മോഡലിൽ നമ്മൾ മനസ്സിലാക്കി. അത് നമ്മളിവിടെ ചെയ്തു വെച്ചു. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം കണ്ടുപിടിക്കാം. n/2 × 2a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 25 S25 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 25/2 2a എന്ന് പറഞ്ഞാൽ 2 × 10 പ്ലസ് n - 1 n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 25 - 1 × d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. നോക്കാം, 25/2 ഇവിടെ എന്ത് വന്നു? 20 എന്ന് വന്നു. പ്ലസ് 25 - 1 എന്ന് പറയുന്നത് 24 ആണ്. 24 × 6 ഇത് നമുക്ക് ചെയ്യാം. എന്താണ്? 24 × 6 നമുക്ക് ചെയ്യുമ്പോൾ 6 4 144 എന്നാണ് വരുന്നത് കേട്ടോ. 144 എന്ന് വരുന്നു. നമുക്ക് നോക്കാം, 25/2 × എന്ത് വരും? 164 വരും. ഇനി എന്ത് ചെയ്യാം? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 82 ആണ് വരുന്നത്. 25 × 82 നമ്മൾ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? നേരത്തെ പോലെ നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഉപയോഗിച്ച ഇക്വേഷൻ എന്തായിരുന്നു? SN = n/2 × x1 + xn എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇവിടെ എന്തുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും 25ാമത്തെ ടൈമും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തത്? ആൻസർ കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ എന്തില്ല? 25ാമത്തെ ടൈം ഇല്ല. 25ാമത്തെ ടൈമിന് പകരം ആ 25ാമത്തെ ടൈം കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ, അതായത് nth ടേം എന്ന് പറയുന്ന dn + f - do അല്ലെങ്കിൽ a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷനോ ആഡ് ചെയ്താണ് പുതിയ ഇക്വേഷൻ നമ്മൾ വലുതാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഒന്നും വേണ്ട. ഇവിടെ എന്ത് മാത്രം മതി? ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ എത്ര എണ്ണത്തിൻ്റെ സം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് n ടേം. അതായത് നമുക്ക് ഈ സെയിം അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഈ ചോദ്യത്തിൽ ഫസ്റ്റ് ടേം നമുക്ക് 10 എന്നറിയാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാവുന്ന കേസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ d എന്ന് പറയുന്നത് 6 ആണ് എന്നുള്ളത് നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിവിടെ ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യത്തെ n ടേമിന്റെ സം. എന്താ n ടേമിന്റെ സം? നമ്മൾ നേരത്തെ nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇനി നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? സം ഓഫ് n ടേം, അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സം. തുകയുടെ ബീജഗണിത രൂപമാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സം, അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപമാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും നമ്മൾ തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. SN = n/2 ×
x1 പ്ലസ് xn. ഇതിനകത്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ n/2 ഞാൻ എന്ത് ചെയ്തു, അതുപോലെ എഴുതുന്നു. n കാണില്ല, തുകയുടെ ബീജഗണിത രൂപം കാണുമ്പോൾ n അതിനകത്ത് കാണില്ല. n/2 എഴുതി. x1 നമുക്കറിയാം 10 ആണ്. ഇനി xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. dn പ്ലസ് f മൈനസ് d എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, n/2 എഴുതി, 10 എഴുതി, d എന്ന് പറയുന്നത് 6 ആണ്, 6n എഴുതി, പ്ലസ് f മൈനസ് d. f എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. 10 എത്ര കുറയ്ക്കാം, d ആയിട്ടുള്ള 6 കുറയ്ക്കാം അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് വീണ്ടും n/2 എഴുതി, ഇവിടെ 10 എഴുതി, പ്ലസ് 6n എഴുതി. ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, എന്താണ് 10 മൈനസ് 6 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. 4 എന്ന് കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് n/2 വീണ്ടും ഞാൻ അതുപോലെ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ 10ഉം 4ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 6n എഴുതി, 10ഉം 4ഉം കൂടെ ആഡ് ചെയ്യപ്പോൾ എനിക്ക് 14 ആണ് വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പുറത്ത് ചെയ്യാം അല്ലേ. ഇവിടെ ആക്ച്വലി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് 2 കോമൺ ആയിട്ട് വെച്ചെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് റൂള്. ചിലപ്പോൾ എല്ലാവർക്കും 2 കോമൺ ആയിട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ 2 കോമൺ ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ n/2 കൊണ്ട് ഇതിനകത്തുള്ള 2 സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്, n/2 ഇൻറ്റു ഈക്വൽ ടു n/2 ഇൻറ്റു 6n പ്ലസ് n/2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 14 ചെയ്യാം. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. ഇതും ക്യാൻസൽ ചെയ്തപ്പോൾ എന്തെന്ന് തോന്നുന്നു, ഇവിടെ നമുക്ക് 7 വന്നു. സോ ആൻസർ 3n² പ്ലസ് 7n എന്ന് വന്നു. ഇതാണ് എന്ത്, SN ഈക്വൽ ടു 3n² പ്ലസ് 7n എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെന്തുവാണ്, ഇത് സം ഓഫ് nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. nth ടേം അല്ല, സം ഓഫ് n ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ n ടേമിന്റെ സം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സം അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്തെന്ന് പറയുന്നത്, 3n² പ്ലസ് 7n എന്ന് പറയുന്നത്. ഓക്കെ, SN ആണ് സംഭവം. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇതിനകത്ത് നമ്മൾ സം കണ്ടുപിടിക്കാൻ പഠിച്ചു. സം കണ്ടുപിടിക്കാൻ പഠിച്ചതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോയി, നമ്മൾ എന്താണ് സമ്മിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇവിടെ S25 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തെ 25 ടേമിൻ്റെ സം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കിട്ടും, 3 ഇൻറ്റു 25ൻ്റെ സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു 25 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3 ഇൻറ്റു 20 625 പ്ലസ് 7 ആകുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 7 ആകുമ്പോഴത്തേക്ക് 175 കേട്ടോ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് എന്താണ് വരാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. ഇതെന്തുവാണ്, ഇത് തുകയുടെ ബീജഗണിത രൂപം 3n² പ്ലസ് 7n. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നു. ഈ സെയിം ക്വസ്റ്റ്യനിൽ ഞാൻ എന്താണ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ പോകുന്നു. നമുക്ക് SN ഈക്വൽ ടു 3n² പ്ലസ് 7n തന്നു. അതായത് സം ഓഫ് n ടേം തന്നു. എന്താ തന്നിരിക്കുന്നത്, സം ഓഫ് n ടേം ഓഫ് ആൻ AP. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്ത് തന്നിട്ടുണ്ട്, സം ഓഫ് n ടേം, അതായത് എന്താണ് 3n² പ്ലസ് 7n എന്ന് തന്നു. എടാ ഇതിനകത്തുനിന്ന് ഫസ്റ്റ് ടേമും കാൽക്കുലേറ്റ് ചെയ്യണം, ഡിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേമും കാൽക്കുലേറ്റ് ചെയ്യണം, ഡിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഷോർട്ട് കട്ട്, സം ഓഫ് nth ടേം നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ആദ്യം ദ കോഎഫിഷ്യന്റ് ഓഫ് n² നോക്കുക. ദ കോഎഫിഷ്യന്റ് ഓഫ് n² എത്രയാണ്, 3. ദ ട്വൈസ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് n² എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, d കിട്ടും. അപ്പോൾ n² കോഎഫിഷ്യന്റ് 3 ആണ്, അതിൻ്റെ ട്വൈസ് എടുക്കണം. ദാറ്റ് മീൻസ് 3 ഇൻറ്റു 2 എത്രയാണ്, 6 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ n ഒഴിവാക്കി, n² n ഒഴിവാക്കി ബാക്കി പ്രോബ്ലം ചെയ്താൽ മതി. അതിനകത്തുനിന്ന് n² n ഒഴിവാക്കുമ്പോൾ എന്തേ ഉള്ളൂ, 3 പ്ലസ് 7 ഉള്ളൂ. നമുക്ക് എന്തെന്ന് കിട്ടി, 10 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട്. ഒരെണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആവും. 5n² പ്ലസ് 8n എന്നാണ് തന്നിരിക്കുന്നത്. ആദ്യം ഡി കണ്ടുപിടിക്കാം. n² കോഎഫിഷ്യന്റ് എത്രയാണ്, 5 ഇൻറ്റു 2 എത്രയാണ്, 10 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടൈം എത്രയായിരിക്കും, 5 പ്ലസ് 8 ഈക്വൽ ടു എന്തെടുത്താൽ മതി, 13 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടും. ഇത് ഞാൻ പറയുന്ന എന്തോ മെത്തേഡാണ്,
ഇത് ഞാൻ പറയുന്നത് എന്തോന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഷോർട്ട് കട്ടാണ് പറയുന്നത്. ശരിക്കുള്ള സ്റ്റെപ്പ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയും. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിലോ 2n² + 3n/2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എന്താണ് 2n² + 3n/2 എന്നാണ് എങ്കിൽ n² കോഎഫിഷ്യന്റ് എത്രയാണ് 2. ട്വൈസ് ഓഫ് ദ 2 എടുക്കരുത്. ഇവിടെ കറക്റ്റ് ഡയറക്റ്റ് എന്ത് ചെയ്യണം, n² കോഎഫിഷ്യന്റ് തന്നെ എടുക്കണം. അതായിരിക്കണം ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. കാര്യം എന്താണ്, ഇവിടെ ഡിനോമിനേറ്ററിൽ 2 കിടക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പ് 2 × 2 ഈ /2 കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കിട്ടും, ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി 2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ദ സം ഓഫ് nth ടേമിൽ ഡിനോമിനേറ്റർ ഉണ്ട് എങ്കിൽ എന്തെടുത്താൽ മതി, ദ കോഎഫിഷ്യന്റ് ഓഫ് n² നമ്മൾ എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫസ്റ്റ് ടേമാണ് നമുക്ക് വേണ്ടത്, x1 ആണ് വേണ്ടതെങ്കിൽ n² n ഒഴിവാക്കി ബാക്കിയുള്ളത് 2 + 3/2 എത്ര കിട്ടും, 5/2 എത്ര 2.5 ഈസ് ദ ഫസ്റ്റ് ടേം. കണ്ടോ, ഈസിയാണ്. അപ്പോൾ ഞാനത് ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ Sn = 3n² + 7n ഇതാണ് നമ്മൾ ചെയ്യാൻ പോണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് ഓൾറെഡി നമുക്കറിയാം എന്താണ്, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താണ് 3 + 7 10 ആണെന്നും അവിടുത്തെ d എന്ന് പറയുന്നത് 3 × 2 എത്രയാണ് 6 ആണെന്നും നമുക്കറിയാം. ഇത് നമ്മൾ ഷോർട്ട് കട്ടിൽ പറയുന്നതാണ്. ഒരു സ്റ്റെപ്പ് ഉണ്ട്, വേണമെങ്കിൽ ഇതിൻ്റെ സീരീസ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും, 10 ആണ്, 16 ആണ്, അടുത്ത 22 ആണ്, ഇങ്ങനെ നമുക്ക് സീരീസും എഴുതാൻ പറ്റും. അത് ഷോർട്ട് കട്ടാണ്. ഓക്കെ, നമുക്കിനി ശരിക്കുള്ള സ്റ്റെപ്പാണെങ്കിൽ എന്ത് കിട്ടും, ആദ്യം S1 കണ്ടുപിടിക്കണം. S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ടേമിൻ്റെ സമ്മ് അത് എന്തിന് ഈക്വൽ ആയിരിക്കും, ആ x1 ഈക്വൽ ആയിരിക്കും. അപ്പോൾ S1 കണ്ടുപിടിച്ചാൽ അത് എന്തിന് ഈക്വൽ, x1 ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 × 1² + 7 × 1 ഇത്ര കിട്ടും, 3 + 7 = 10 ഫസ്റ്റ് ടൈം കിട്ടി. ഇനി S2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. S2 എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, സം ഓഫ് ഫസ്റ്റ് 2 ടേം, ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് S2 കിട്ടുന്നത്. നമ്മൾ നോക്കാം, 3 × 2² + 7 × 2. അപ്പോൾ 3 × 2² 4 ആണ്, പ്ലസ് 7 × 2 14 ആണ്, 12 + 14 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 26 ആണ് കേട്ടോ, 26 ആണ്. 26 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 10 മൈനസ് ചെയ്യുന്നു, നമുക്ക് എത്ര കിട്ടും, നമുക്ക് 16 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി നമുക്ക് തേർഡ് ടൈം കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് S3 ചെയ്ത് നോക്കാം. S3 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3 × 3² + 7 × 3 ആണ്. 3 × 3² എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും, 27 ആയിരിക്കും അല്ലേ. 27 + 21 21, അപ്പോൾ എത്ര കിട്ടും, 48 എന്ന് വരും. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, x3 ആണ് കണ്ടുപിടിക്കേണ്ടത്. 48ൽ നിന്ന് ആദ്യത്തെ രണ്ട് ടേമിൻ്റെ സമ്മങ്ങ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര കിട്ടും, 26 നമ്മൾ മൈനസ് ചെയ്യും, നമുക്ക് എത്ര കിട്ടും, ഇവിടെ നമ്പർ 22 ആണ് തേർഡ് ടേം. സോ സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീരീസ് എന്ന് പറയുന്നത് 10 16 22 എക്സെട്ര. ഇത് ഇത്രയും സ്റ്റെപ്പിനുള്ള പ്രോബ്ലമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വിത്തിൻ വളരെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തത് ആൻസറിലേക്ക് പോയത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാമല്ലോ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, സം ഓഫ് n ടേം ഓഫ് an arithmetic progression is 3n² + 6n. ഫൈൻഡ് ഫസ്റ്റ് ടേം, ഫൈൻഡ് കോമൺ ഡിഫറൻസ്, റൈറ്റ് ദ സീരീസ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാൻ നമുക്കറിയാം. ആദ്യം നമുക്ക് ഷോർട്ട് കട്ടിൽ തന്നെ വെക്കാം. ഫൈൻഡ് ഫസ്റ്റ് ടേം എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 + 6 എത്രയാണ്, 9 എന്ന് നമുക്കറിയാം. കോമൺ ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നു. n² കോഎഫിഷ്യന്റ് 3 ആണ്, 3 × 2 = 6 ആണ്. സോ ഇതിൻ്റെ സീരീസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. 9 എഴുതി, ദെൻ അടുത്തത് എന്താണ്, 6 ആഡ് ചെയ്തു, എത്ര കിട്ടി, 15 21 എക്സെട്ര എന്നുള്ളതാണ് ഇവിടുത്തെ സീരീസ്. ഓക്കെ, ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, Sn = 3n² + 6n ആണ്. S1 എന്തിന് ഈക്വൽ ആണ്, x1 ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 × 1² + 6 × 1 എത്ര കിട്ടി, നമുക്ക് 9 എന്ന് കിട്ടി ഫസ്റ്റ് ടേം. ഇനി S2 കണ്ടുപിടിക്കാം. S2 എന്ന് പറഞ്ഞാൽ x1 + x2 ആണ്. അപ്പോൾ S2 നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം.
3 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു 2 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2 നമ്മൾ ചെയ്യുന്നു 3 ഇൻറ്റു 4 പ്ലസ് 12 ആണ് 12 പ്ലസ് 12 നമുക്ക് എത്ര നിന്നു 24 എന്ന് കിട്ടി. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കും x2 നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 24 മൈനസ് 9 നമ്മൾ ചെയ്തു അല്ലേ 24 മൈനസ് 9 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് 15 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് തേർഡ് ടേം കൂടെ കണ്ടുപിടിക്കാം. അതിന് നമുക്ക് S3 നമുക്ക് ചെയ്തു നോക്കാം. S3 ചെയ്യുന്നത് 3 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 3 ആണ്. അപ്പോൾ എത്ര കിട്ടും ഇവിടെ 27 ആണ് വരുന്നത് 27 18 എത്ര കിട്ടും 27 18 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ടത് എത്രയാണ് നമുക്ക് 37 പ്ലസ് 8 എന്ന് പറയുന്നത് 45 ആണ് കേട്ടോ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം x3 നമുക്ക് കണ്ടുപിടിക്കണം. ഈ 45ൽ നിന്ന് S2 നമ്മൾ മൈനസ് ചെയ്താൽ മതി. എത്ര 24 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 21 എന്ന് കിട്ടും. സോ സീരീസ് എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ടേം 9 ആണ് സെക്കൻഡ് ടേം 15 ആണ് ദെൻ തേർഡ് ടേം എന്ന് പറയുന്നത് 21 ആണ് എക്സെട്ര. എപ്പോഴും നമ്മൾ എത്ര ടൈം കണ്ടുപിടിക്കണം 3 ടൈം കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റിനൊക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഈ ക്വസ്റ്റിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കാൻ അറിയാം ഷോർട്ട് കട്ട്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് എഴുതി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Consider in an arithmetic progression and വേണം കേട്ടോ in an arithmetic progression whose sum of first 10 term is 230 and sum of first 16 term is 560. ഒരു arithmetic സീക്വൻസിന്റെ ആദ്യത്തെ 10 ടേമിന്റെ സം 230 എന്നും അതുപോലെ തന്നെ 16 ടേമിന്റെ സം 560 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് എടാ എന്താടാ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് SN എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സം ഓഫ് ദ സീക്വൻസ് എന്താണ് nth ടേമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് ആണ്. അതായത് XN ആണ് ചോദിക്കുന്നത്. രണ്ടാമത് ചോദിക്കുന്നത് സം ഓഫ് ദ സീക്വൻസ്. അപ്പോൾ സോ എന്താണ് SN. അപ്പോൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം x1 ചോദിച്ചിട്ടുണ്ട് D ചോദിച്ചിട്ടുണ്ട് XN ചോദിച്ചിട്ടുണ്ട് SN ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കൂ. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കണം. എങ്ങനെ ചോദിച്ചാലും എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലും നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്താലോ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സുകളൊന്ന് എഴുതിയെടുക്കണം. എന്തൊക്കെയാണ് തന്നിരിക്കണം S10 എന്ന് പറയുന്ന സാധനം നമുക്ക് 230 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് S16 ആണ് കേട്ടോ. x16 ഈക്വൽ ടു 516 തന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇത് രണ്ടും ഓഡ് നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ഒരു ഷോർട്ട് കട്ട് അങ്ങ് അടിക്കായിരുന്നു. പക്ഷേ ഇവിടെ ഓഡ് നമ്പേഴ്സ് അല്ലാത്തതിനാൽ ഷോർട്ട് കട്ട് പറ്റത്തില്ല. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം എന്തൊക്കെ അറിയാം സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ ആദ്യം S10 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. S10 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 10/2 ഇൻറ്റു x1 പ്ലസ് എന്ത് x10 ആയിരിക്കും സം കണ്ടുപിടിക്കാനുള്ള S10 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ S10 ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്ര അപ്പം വീണ്ടും എഴുതാം 10/2 ഇൻറ്റു x1 പ്ലസ് x10 എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് നമുക്കറിയാം. എന്താണ് x1 പ്ലസ് x1 എന്താണ് 10/2 ഇൻറ്റു x1 പ്ലസ് x10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ടേമിൻ്റെ സമ്മ്. ഇത് നമുക്ക് ഓൾറെഡി എത്രയും നമുക്ക് തന്നിട്ടുണ്ട് 230 തന്നിട്ടുണ്ട്. ബാക്കി സ്റ്റെപ്പ് ഇപ്പുറത്ത് എഴുതാം കേട്ടോ. ഇപ്പം നോക്കണം 10/2 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും എനിക്ക് 5 കിട്ടും. വീണ്ടും ബ്രാക്കറ്റ് ഒപ്പം ചെയ്തു x1 എഴുതി. x10നെ നമ്മൾ വേറെ എങ്ങനെയോ എഴുതാൻ പഠിച്ചു. x1മായി റിലേറ്റ് ചെയ്ത x1 പ്ലസ് 9D എന്ന് എഴുതാം. അപ്പോൾ എന്താണ് x1 പ്ലസ് 9D എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു ഞാൻ എത്രയെന്ന് പറഞ്ഞു 230 എന്ന് പറഞ്ഞു. ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഈ 5നെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഉള്ളത് x1 x1 കൂടെ 2x1 പ്ലസ് 9D ഈക്വൽ ടു 230 ബൈ എന്ത് 5.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എത്ര കിട്ടും, 4 46. ഓക്കെ, 46 ആണ് വരുന്നത് കേട്ടോ. 46 ആണ് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വരുന്നത്. സോ വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് 2x പ്ലസ് 9d ഈക്വൽ ടു 46 ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയാം. അതവിടെ ഇരിക്കട്ടെ, ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ S16 ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതും, 16/2 എന്താണ് എഴുതിയിരിക്കുന്നത്, n/2 ആണ്. 16/2 x1 പ്ലസ് x16 ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം, 560 എന്ന് എഴുതാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ 8 ആവും. x1 വീണ്ടും x1 പ്ലസ് 15d എന്നാവും ഈക്വൽ ടു 560. ഇനി 8 എഴുതി, x1 കൂടെ 2x1 പ്ലസ് 15d ഈക്വൽ ടു 560. ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, ക്യാൻസൽ ആവാം. അപ്പോൾ എത്ര വരും, എന്താണ് 560 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 7 8 56 അല്ലേ, 70 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2x1 പ്ലസ് 15d ഈക്വൽ ടു 70 ഇക്വേഷൻ നമ്പർ 2. വി ഹാവ് 2 ഇക്വേഷൻസ്. നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ വന്നു. ഒന്നാമത്തെ ഇക്വേഷൻ വന്നു, രണ്ടാമത്തെ ഇക്വേഷൻ വന്നു. വലിയ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെറിയ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു. എടാ, വലിയ ഇക്വേഷനിൽ നിന്ന് ചെറിയ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് മൈനസ് ചെയ്യാം. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചാൽ 5 മാർക്കാണ്, ഒന്നും നോക്കാനുള്ള വലിയ പാടൊന്നുമില്ല. ഇതിനകത്ത് സ്റ്റെപ്പ് എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, ആരാണ്, 2x1 പ്ലസ് 15d ഈക്വൽ ടു 70 എന്നും 2x1 പ്ലസ് 9d ഈക്വൽ ടു 46 എന്നും. രണ്ടാമത്തെ ഇക്വേഷൻ 2x1 എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. 15d നിന്ന് 9d പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് 6d ആണ്. 6d ഈക്വൽ ടു 4, ഇവിടെ വന്ന് 6 24. സോ d ഈക്വൽ ടു 24/6 നമുക്ക് എത്രയെന്ന് കിട്ടും, 6 4 d ഈക്വൽ ടു 4 എന്ന് തോന്നുന്നു അല്ലേ. d ഈക്വൽ ടു 4 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യാം, ഈ 4 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഫസ്റ്റ് ടേമും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കൂടെ ചെയ്യാം. എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് രണ്ടും ഉപയോഗിച്ച 2 ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആ 2 ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, വലിയ ഇക്വേഷൻ ചെറിയ ഇക്വേഷൻ മൈനസ് അപ്പോൾ നമുക്ക് d ആണ് കിട്ടിയത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ടേമും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം, 2x1 പ്ലസ് 9d ഈക്വൽ ടു 46. അപ്പോൾ എന്ത് ചെയ്യാം, 2x1 പ്ലസ് 9d എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 4 ഈക്വൽ ടു 46. അപ്പോൾ എന്ത് കിട്ടും, 2x1 ഈക്വൽ ടു, ഇത് അപ്പുറത്ത് പോകുമ്പം 46 മൈനസ് 36. 2x1 ഈക്വൽ ടു നമുക്ക് 10 എന്നാണ് വരുന്നത്, 10 ആണ്. സോ x1 ഈക്വൽ ടു 10/2 ഈക്വൽ ടു എത്രയെന്ന് വരും, 5 എന്നാണ് വരുന്നത്. ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് ഒന്നുകൂടെ ഇവിടെ നിന്ന് ചെയ്യാം. ഇവിടെ വരുന്നത് നോക്കാം, എന്താണ് കിട്ടുന്നത്, 2x1 ഈക്വൽ ടു 46 മൈനസ് 36. 2x1 ഈക്വൽ ടു 10. സോ x1 ഈക്വൽ ടു 10/2 ഈക്വൽ ടു എത്രയെന്ന് എഴുതി, 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ എന്തൊക്കെ കിട്ടി നിങ്ങൾ നോക്കിയേ. ഇത്രയും നമ്മൾ ചെയ്തു. ഇത്രയും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കുന്നെങ്കിൽ ഈ എ ക്വസ്റ്റ്യൻ മാത്രം എന്തിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. എ ക്വസ്റ്റ്യൻ മാത്രം 5 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി, നമ്മളിവിടെ ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചു, കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസ് 4, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5. അപ്പോൾ ഞാനെന്ത് എന്ത് ചെയ്യാം, ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് 5 എന്നും കോമൺ ഡിഫറൻസ് നമുക്ക് 4 എന്നുമാണ് കിട്ടിയത്. ഇനി എന്താണ്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ചോദിക്കുന്നത്. അറിയാം നമുക്ക് xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആണ് നമ്മുടെ ഇക്വേഷൻ എന്നറിയാം. d എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4n പ്ലസ് f എന്ന് പറയുന്നത് 5 മൈനസ് 4 നമ്മൾ ചെയ്യുന്നു 4n പ്ലസ് 1 എന്നാണ് എന്ത് കിട്ടുന്നത്, nth ടേം എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, സം ഓഫ് nth ടേം ചോദിച്ചിട്ടുണ്ട്. n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് ഇക്വേഷൻ. n/2 എഴുതി. ഫസ്റ്റ് ടൈം എത്രയെന്ന് അറിയാം, 5 എന്നറിയാം. പ്ലസ് xn ഇവിടെ ഓൾറെഡി നമ്മളിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4n പ്ലസ് 1 എന്ന് എഴുതാം. വേറെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കണ്ട കേട്ടോ. ഓൾറെഡി xn ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, xn എന്ന് തന്നെ എഴുതി. n/2 എഴുതുന്നു. 4n ആദ്യം എഴുതി. 5 പ്ലസ് 1 എത്രയെന്ന് എഴുതി, 6 എന്ന് എഴുതി. സോ n/2 ഇൻറ്റു എന്ത് ചെയ്യാം, അകത്തോട്ട് കയറ്റി ഇൻറ്റു ചെയ്യാം അല്ലേ, 4n
പ്ലസ് n/2 ഇൻറ്റു 6 ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരുന്നു, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരുന്നു. സോ 2n² പ്ലസ് 3n എന്നാണ് ആൻസർ. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പുകൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്ന് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ടൈം, അതായത് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചെയ്യൂ. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുള്ളൂ. 2ഉം 3ഉം ക്വസ്റ്റ്യൻസ്, ബിയും സിയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചെയ്യും, രണ്ടാമത്തെയും ബിയും സിയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾ ചെയ്യൂലേടെ, ഇവിടെ ചെയ്യണം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതും കൂടെ നിങ്ങൾ ഈ ഒരു സെക്ഷനും കൂടെ കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളത് ചെയ്തിരിക്കും. നിങ്ങൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളത് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്, ഇതെൻ്റെ വാക്കാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നു, കൺസിഡർ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് 9th ടേം ഈസ് 261. ആദ്യത്തെ S9 ആണ്. S9 എന്ന് പറയുന്നത് 261 എന്ന് തന്നിരിക്കുന്നു. അടുത്ത പോയിന്റ് വായിക്കണം നമുക്ക്. എന്താണ്, ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 6 ടേം, അടുത്ത 6 ടേമിൻ്റെ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 9 ടേം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഇത് 1 2 3 4 5 എന്ന് പറഞ്ഞ് ആദ്യത്തെ എത്ര 9 ടേമിൻ്റെ സം ഓൾറെഡി എനിക്ക് 261 എന്നുണ്ട്. ഇനി 9 കഴിഞ്ഞു, 9 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 അടുത്ത 6 ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ 444. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 9 + 6 എത്ര, S15 ആണ് എന്ത്, 261 + 444. സോ എന്ത് കിട്ടും, 5 6 10 10 0 7 705. അപ്പോൾ ആദ്യത്തെ 9 ടേമിൻ്റെ സമ്മ് 261 എന്നും ആദ്യത്തെ 15 ടേമിൻ്റെ സമ്മ് 705 എന്നും പറഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഞാനൊരു ഷോർട്ട് കട്ടും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഷോർട്ട് കട്ടാണ് പറയുന്നത്. S9 നിന്ന് എനിക്കൊരു ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന് പറഞ്ഞു, ഇത് രണ്ടും ഓഡ് നമ്പർ ആണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇത്, എന്താണ് ഓഡ് നമ്പർ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, എന്താണ് S9 എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു സീക്വൻസ്, അതിൻ്റെ 9 ടേമിൻ്റെ സമ്മാണ് 261. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ടേം വേണ്ടേ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എന്താണ്, നമുക്കുള്ള നമ്പേഴ്സിനെ ഒരു കൃത്യമായ ഓർഡറിൽ നമ്മൾ ഇങ്ങനെ വരിയിൽ വെച്ചിരിക്കുക. അങ്ങനെ 9 പേരുണ്ട്. ആ 9 പേരെയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 261 വന്നു. അപ്പോൾ 261 ഈ 9 പേരുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? മിഡിൽ ടേമിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 9 പേരെ വരിക്ക് നിർത്തിയിട്ട് അതിൻ്റെ മിഡിൽ നമ്പർ നമ്മൾ എടുക്കുന്നു എങ്കിൽ അഞ്ചാമൻ അവനാണ് എന്തെന്ന് പറയുന്നത്, മിഡിൽ പൊസിഷനിലുള്ളത് എന്ന് പറയാം. അപ്പോൾ ഈ മിഡിൽ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. X15 എന്ന് പറയുന്നത് 261നെ ഈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആവറേജ് ആയിരിക്കും. 261നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് നോക്കാം. 261നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 2 18 ആണ്. 18 ആകുമ്പോൾ വീണ്ടും 8 89 29 29. കണ്ടോ, ഈ ക്വസ്റ്റിനിൽ നിന്ന് X5 അഞ്ചാമത്തെ ടേം എത്രയെന്ന് കിട്ടി? 29 എന്ന് കിട്ടി. ഇനി ഇതിലാണെങ്കിലോ നോക്കാം. S15 ആണ് നമ്മളിൽ ഇരിക്കുന്നത്. അതിൽ നിന്ന് മിഡിൽ ടേം കണ്ടുപിടിക്കണം. മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. 15 + 1/2 ചെയ്താൽ മതി. 16/2 എത്ര? 8 ആണ് മിഡിൽ ടേം. ഈ 9 പേരുടെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ 9 + 1/2 ചെയ്താൽ മതി. എത്ര? 10/2 എത്ര? 5 ആണ് മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് കണ്ടുപിടിക്കാം? 8th ടേം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് 8th ടേം കണ്ടുപിടിക്കുന്നത്? X8 = 705നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 47 ആണ് എന്തെന്ന് പറയുന്നത്, X8 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 8th ടേമും കിട്ടി. എന്ത് കിട്ടി? 5th ടേമും കിട്ടി. 8th ടേമും 5th ടേമും. അപ്പോൾ X5 കിട്ടി, 29 എന്ന് കിട്ടി. X8 എത്രയെന്ന് കിട്ടി? 47 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാൽക്കുലേറ്റ് ചെയ്തൂടെ? നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തൂടെ?
എന്ത് പ്രോബ്ലം നമുക്ക് ചെയ്തുകൂടാ? ഇങ്ങനെയും ചെയ്യാം. തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞ പ്രോബ്ലം വെച്ചും നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ഞാൻ എന്തെന്ന് പറഞ്ഞു, ഇവിടെ ഓഡ് നമ്പർ S9 എന്ന് പറയുന്നത് 9 എന്ന് പറഞ്ഞ ഓഡ് നമ്പർ ആണ്. മിഡിൽ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ മിഡിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്തത്? ഒന്നുകൂടെ ഞാനിത് ചെയ്ത് കാണിച്ചു തരും, ക്ലിയർ ആക്കുക. S9 = 261 ആണ് എങ്കിൽ മിഡിൽ ടൈം കണ്ടുപിടിക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിഡിൽ ടൈം കണ്ടുപിടിക്കാം. X5 ആണ് മിഡില്. 261നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 261നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 18 8 1 സോ 9 എന്ന് കിട്ടും? 29 എന്ന് കിട്ടും. 29 ആണ് കിട്ടുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് S15 ആണ്. അതെന്താണ്? 261 പ്ലസ് 444 705. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? S15 ആണ് എങ്കിൽ മിഡിൽ ടൈം കണ്ടുപിടിക്കാം. മിഡിൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം. X8 കണ്ടുപിടിക്കാം. 705 എത്രയാണ്? 15 ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എത്ര ഇടാം? 705നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 705 ഡിവൈഡ് ബൈ 15 4 60 ആണ്. 10 5 105 7 105 എത്ര? 47 എന്ന് വന്നു അല്ലേ? 47. അപ്പോൾ എന്ത്? 5th ടേമും കിട്ടി, 8th ടേമും കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസോ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പാണ്. വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാനൊരു കാര്യം ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഇതിനെ ഇതുപോലെ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? S9 എന്ന് പറഞ്ഞാൽ എന്തുവാ? S9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9/2 ഇൻറ്റു x1 പ്ലസ് x9 ഈക്വൽ ടു 261. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ എന്താണ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ആൻസേഴ്സ്, ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ ഓരോ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ രേഖപ്പെടുത്തണം. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ എന്ത് നിർത്തുന്നു? നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ക്ലാസ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമുക്ക് വഴിയെ എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല? മിക്കവാറും കുറേ പേര് എന്ത് ചെയ്യില്ല? ഇത് നമ്മൾ എഴുതി നോക്കിയൊക്കെ ആൻസറിലേക്ക് പോകും. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ കയ്യിലൊരു സീരീസ് ഇവിടെ ഉണ്ട്. 17/17 എന്നും 20/7 എന്നും 23/7 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ നമ്മൾ ഈസി ആയിട്ട് ചെയ്യും. എന്തായാലും അത് നമുക്ക് ചെയ്യാം. xn = dn പ്ലസ് f മൈനസ് d. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ, അതായത് എന്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്? വാല്യൂസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ d ഒന്ന് കണ്ടുപിടിക്കുക ആദ്യം. d = എന്താണ്? 20/7 മൈനസ് 17/7 ആണ്. 3/7 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്നു 3/7n. ഫസ്റ്റ് ടേം 17/7 ആണ്, മൈനസ് 3/7. അപ്പോൾ നമുക്കിവിടെ 3/7n വന്നു. ഇതെന്ന് എനിക്ക് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. എത്ര വരും? 14/7 വരും. അപ്പോൾ എന്ത് വരും? ഇനി 3/7n പ്ലസ് 14/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ടേം കിട്ടി? ഇനി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഇൻ ദ എബോ ഗിവൺ സീരീസ്. ഈസ് ന്യൂലി ഒബ്റ്റൈൻഡ് സീക്വൻസ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ എവിടെയെങ്കിലും കൗണ്ടിങ് നമ്പേഴ്സ് വരുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്, എന്തായാലും കൗണ്ടിങ് നമ്പേഴ്സ് വരുമായിരിക്കും. വരാതെ ഇവന്മാർ ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയാൽ മതി. n ഇല്ലാത്ത ടേം, ഇവിടെ 2 ടേം ഉണ്ടല്ലേ. n ഉള്ളൊരു ടേം ഉണ്ട്, അല്ലാത്തൊരെണ്ണുണ്ട്. n ഇല്ലാത്ത ടേം ഒരു നാച്ചുറൽ നമ്പർ ആണോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കുക.
എടാ എണ്ണില്ലാത്ത ടേം ഒരു നാച്ചുറൽ നമ്പറായി കാണുന്നു എങ്കിൽ നിങ്ങൾ പിന്നെ ഉറപ്പിക്കുക ഇതിനകത്ത് എന്ത് കാണും? ഉറപ്പായിട്ട് കൗണ്ടിങ് നമ്പേഴ്സ് കാണും. ആ കൗണ്ടിങ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നിനെ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വെട്ടാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എങ്കിൽ നമുക്കെന്ത് ഇതിനകത്ത് കൗണ്ടിങ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഡിനോമിനേറ്റർ 7 അല്ലേ? എടാ ഡിനോമിനേറ്റർ 7 ആണെങ്കിൽ ആദ്യം നമ്മൾ 7th ടേം കണ്ടുപിടിക്കും. ഡിനോമിനേറ്റർ 7 ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ 7th ടേം കണ്ടുപിടിക്കും. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 7th ടേം 3/7 ഇൻറ്റു 7 + 2. 7ഉം 7ഉം ക്യാൻസൽ ആയി പോയി. ഇനിയുള്ളത് 3 + 2 ആണ്. എത്രയും കിട്ടി? 5. ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 7ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇതിങ്ങനെ എഴുതി പോകണം. അപ്പോൾ 7ാമത്തെ ടേം നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. ഇനി വീണ്ടും നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. എക്സ് 7 കഴിഞ്ഞാൽ അടുത്ത എക്സ് 14 കണ്ടുപിടിക്കണം. 7ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കാം. 3/7 ഇൻറ്റു 14 + 2. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു. 3 × 2 6 ആണ്. 6 + 2 എത്ര? 8. അപ്പോൾ 14ഉം കിട്ടി. ഇനി x21 കണ്ടോ? 7 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 7 × 2 14 കണ്ടുപിടിച്ചു. അടുത്ത് എന്ത് കണ്ടുപിടിക്കുന്നു? 7 × 3. ഈ 7 എവിടെ നിന്നാണ് വന്നത്? ഇവിടുത്തെ ഡിനോമിനേറ്റർ ആണ്. എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നോക്കാം. x21 നമ്മൾ എടുക്കുന്നു. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 3/7 ഇൻറ്റു 21 പ്ലസ് എന്താണ്? 2 ആണ്. ഓക്കെ, 7 ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് 3 വരുന്നു. 9 + 2 ആണ്. നമുക്ക് എത്രയും കിട്ടി? 11 കിട്ടി. ഇനി നമുക്ക് നോക്കാം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ അല്ലേ നോക്കാം. ഫസ്റ്റ് ടേം 5. ഓക്കെ, അതായത് 7th ടേം ഓഫ് ദി സീരീസ്. ഈ സീരീസിന്റെ 7th ടേം എന്ന് പറയുന്നത് 5 ആണ്. അടുത്തത് 14th ടേം എന്ന് പറയുന്നത് 8 ആണ്. ദെൻ 21st ടേം എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എങ്കിൽ എന്താണ്? ഇവിടെ 3 ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. സോ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മുതൽ ആലോചിക്കുക. നമ്മൾ സം ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോൾ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പറഞ്ഞു. അതിന് nth ടേം വെച്ച് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. എന്താണ് ടേംസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ കണക്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 3 കോൺസിക്യൂട്ടീവ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് A, B, C ആണ് എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? A + C/2 = B എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചു. അത് വെച്ചൊരു ചോദ്യം നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് സം ഓഫ് n ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിനെ പറ്റി പറഞ്ഞു. n/2 × x1 + xn എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞു. അല്ലെങ്കിൽ n/2 × 2a + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ 2 ഇക്വേഷൻസ് പറഞ്ഞു. ആ സമ്മുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് 2 ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ആ വാല്യൂ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മാക്സിമം ഇതിനകത്ത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത ഒരു സെക്ഷനുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗസറ്റ് റാങ്കോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കും. അത്ര പവർഫുള്ളായിട്ടുള്ളൊരു ജോലിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. വളരെ 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 നല്ലൊരു എക്സാമാണ് നിങ്ങൾ എഴുതാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു സെക്ഷൻ പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.